ഹലോ ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് അശ്വിൻ തടഞ്ഞു വെക്കുകയാണ് കേട്ടോ. സാറ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എന്റെ തീരുമാനം ഇത് തന്നെയാണെന്ന് പറയണേ. അപ്പോഴേക്കും അശ്വിന് എന്തെങ്കിലും ചെയ്തിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് തടഞ്ഞു വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് പറയും, നമ്മൾ തമ്മിലുള്ള കോൺട്രാക്ട് ഇതുവരെ അവസാനിച്ചിട്ടില്ല. നീ എൻ്റെ ഭാര്യയായിട്ട് 6 മാസം എന്നോടൊപ്പം ജീവിക്കുക എന്ന കോൺട്രാക്ട്, നീ അത് മറന്നുപോയോ എന്നങ്ങ് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ആകെ അന്തം വിട്ടു പോവാണ് കേട്ടോ. നിങ്ങളിപ്പോഴും ആ കോൺട്രാക്റ്റിൽ തന്നെയാണല്ലേ? ഇനി ആ കോൺട്രാക്റ്റിനൊന്നും ഒരു പ്രസക്തി ഇല്ല സർ. ആ കോൺട്രാക്റ്റിന് പ്രസക്തി ഉണ്ടോ ഇല്ലയോ എന്നത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിന്റെ ചേച്ചിയും ഉണ്ടാവും നിന്റെ കൂടെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ആകെ തരിച്ചു നിന്നു പോവാണ് കേട്ടോ. ഇത്രയൊക്കെ ആയിട്ടും നിങ്ങളുടെ മനസ്സിനും സ്വഭാവത്തിനൊന്നും ഒരു മാറ്റവും ഇല്ല അല്ലേ? നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് വിശ്വസിച്ച ഞാനാണ് മണ്ടി. നിങ്ങൾ ഒരിക്കലും മാറില്ല എന്ന് എനിക്കിപ്പോൾ വിശ്വാസമായി. എന്തൊക്കെ ചെയ്താലും നിങ്ങൾ തന്നെ ജയിക്കണം. അതിനുവേണ്ടി നിങ്ങളൊരു കോൺട്രാക്റ്റിനെ കൂട്ടുപിടിക്കുക. ആയിക്കോട്ടെ, വിരോധമില്ല. നിങ്ങൾ മാറിയെന്ന് വിശ്വസിച്ച ഞാനാണ് തെറ്റുകാരി എന്നങ്ങ് മുഖത്ത് നോക്കി നമ്മുടെ ശ്രുതി അങ്ങ് ചോദിക്കുന്ന നേരത്തെ നമ്മുടെ അശ്വൻ ആകെ ഒരു ഫീലിങ്സ് ആണ് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോയിട്ട് ഒരു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ഐ എം സോറി ശ്രുതി, നിന്നെ വിഷമിപ്പിക്കണം എന്ന് എനിക്കില്ല. ഐ എം സോറി, പക്ഷേ നീ ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ വേണം. അതിനു വേണ്ടി മാത്രമാണ് ശ്രുതി നിന്നോട് ആ കോൺട്രാക്റ്റിന്റെ പേര് ഞാൻ പറഞ്ഞത്. ആ കോൺട്രാക്ട് പീരീഡ് കഴിയുന്നതിന് മുൻപ് അഞ്ജൽ ചേച്ചിയുടെ മനസ്സ് മാറ്റിയെടുക്കണം. ശ്രുതിയെ എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്യരുത്. ശ്രുതി, ഐ ലവ് യു എന്നങ്ങ് പറഞ്ഞ് കണ്ണു അടച്ച് നിൽക്കുക കേട്ടോ നമ്മുടെ അശ്വിൻ. ശ്രുതിയാണെങ്കിൽ പിറകിൽ നിന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. പിന്നീട് ഒരു സോങ് ആണ് മക്കളെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.